Hi friends, നമുക്കിന്ന് വളരെ ഈസിയായി ചിക്കൻ ഫ്രൈ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ തയ്യാറാക്കാൻ ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്യണം. അതിന് ഞാൻ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ടയിലേക്ക് നമുക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്താൽ കുറച്ചുകൂടി കളർ കിട്ടുന്നതായിരിക്കും. കൂടെ 1 ടീസ്പൂൺ ഗരം മസാലയും പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ കട്ട തൈര് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് പിഴിഞ്ഞ് ചേർക്കുക. പിന്നെ 1 ടീസ്പൂൺ കോൺഫ്ലോർ പൊടി കൂടി ചേർത്ത് കൊടുക്കുക. കോൺഫ്ലോർ ഇല്ലെങ്കിൽ മൈദപ്പൊടി ആയാലും മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഈ മുട്ടയും മസാലയും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇത് നല്ല ഫൈൻ പേസ്റ്റായി വന്നതിന് ശേഷം നമുക്ക് ബോൺലെസ് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനും മസാലയും ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം അരമണിക്കൂർ മാരിനേറ്റ് ആവാനായി ഫ്രിഡ്ജിൽ വെക്കുക. ഇനി അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ തിളച്ച് വരുമ്പോൾ നമുക്ക് ചിക്കൻ പീസസ് നന്നായിട്ട് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിൽ നന്നായി ചിക്കൻ 2 സൈഡും വറുത്തെടുക്കുക. ഇപ്പോൾ ചിക്കൻ നല്ല ബ്രൗൺ ആയി വന്നപ്പോഴത്തേക്കും നമ്മളിത് വറുത്ത് കോരിയെടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ള ചിക്കനും കൂടി നന്നായിട്ട് വറുത്തെടുത്ത് മാറ്റി വെക്കുക. ഇനി നമുക്ക് മറ്റൊരു പാൻ വെച്ചിട്ട് ഈ ചിക്കൻ വറുത്ത അതേ എണ്ണയിൽ നിന്നും ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണയെടുത്ത് ഒഴിക്കുക. ഇനി ഈ എണ്ണയിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇഞ്ചി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത ഒരു 3-4 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് ഫ്രഷ് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇതെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മറ്റുള്ള ചേരുവയുമായിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചിക്കൻ ഫ്രൈ തയ്യാറാക്കാൻ വളരെ ഈസിയാണ്. അതുപോലെ മാരിനേറ്റ് ചെയ്യുമ്പോൾ 30 മിനിറ്റ് എന്നുള്ളത് 1 മണിക്കൂറോ 2 മണിക്കൂറോ ആയാലും കുഴപ്പമില്ല. എത്രയും നേരം മാരിനേറ്റ് ചെയ്യാൻ വെക്കുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ചിക്കൻ ഫ്രൈ. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ കൂടി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.